നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴയിൽ വീടിന് മിന്നലേറ്റു. കമ്പിപ്പാലത്തിന് സമീപം പാലത്തിങ്കൽ പെണ്ണമ്മയുടെ വീടിനാണ് മിന്നലേറ്റത്. ഏപ്രിൽ 19 ലോക സൈക്കിൾ ദിനം. മോട്ടോർ വാഹനങ്ങളുടെ അമിതോപയോഗം സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിനെ വിസ്മൃതിയിലാഴ്ത്തുന്നു. പയ്യന്നൂർ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാലപ്പഴക്കത്താൽ ക്ഷയിക്കുന്നു. അപകടാവസ്ഥയിലായ കെട്ടിടം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുന്നു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാസന്ധ്യ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആതിഥ്യമരുളുന്ന വികസനോത്സവം നിറവ് 2015 മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. ചെറുപുഴ കമ്പിപ്പാലത്തിനു സമീപം ഇടിമിന്നലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചെറുപുഴ പാലത്തിങ്കൽ പെണ്ണമ്മയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. സംഭവത്തെ തുടർന്ന് വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപം വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ഗൃഹോപകരണങ്ങൾ കത്തിനശിക്കുകയും ചെയ്തത്. ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപത്തെ പാലത്തിങ്കൽ പെണ്ണമ്മയുടെ വീട്ടിലാണ് ഇടിമിന്നലേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഫ്യൂസ് പൊട്ടിത്തെറിക്കുകയും വീട്ടുപകരണങ്ങളും വയറിംഗും കത്തിനശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേളയുടെ ഭാഗമായി വ്യാപാരി കുടുംബാംഗങ്ങളുടെ കലാസന്ധ്യ അരങ്ങേറി. ഫോക്ലോർ സെക്രട്ടറി എം പ്രദീപ് കുമാർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേളയുടെ ഭാഗമായി വ്യാപാരികളുടെ കലാസന്ധ്യ അരങ്ങേറി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഒരുക്കിയ CV അബ്ദുൽ സലാം ഹാജി നഗറിൽ നടന്ന വ്യാപാരി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധ്യ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പല കാരണങ്ങളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരതയും പഴയകാലത്തേക്ക് മനസ്സിനെ അറിയാതെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങളുടെ തുടിക്കുന്ന ഓർമ്മകളും എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ MB തിലകൻ അധ്യക്ഷനായി. സുമിത്ര രാജൻ, ഗംഗേധരൻ മേലയെടുത്ത്, KK ശ്രീധരൻ, M രാമകൃഷ്ണൻ, V നന്ദകുമാർ, MK ബഷീർ, CM സത്യജിത്ത്, സായി കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏപ്രിൽ 19 ലോക സൈക്കിൾ ദിനം. മോട്ടോർ വാഹനങ്ങളുടെ അമിതോപയോഗം കൂടുമ്പോൾ സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിനെ നമ്മൾ കൈയൊഴിയുകയാണ്. ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സൈക്കിളിന് പഴയ പ്രതാപം വീണ്ടെടുക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. ഒരു കാലത്ത് സൈക്കിളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം. ഒരു സൈക്കിൾ വാങ്ങിയാൽ ആജീവനാന്തം ഉപയോഗിക്കാവുന്ന ഒന്നായിരുന്നു. മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം പെരുകി വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം, ശബ്ദമലിനീകരണം, ഇന്ധനങ്ങളുടെ വില, അപകടങ്ങൾ എന്നിവ തടയാവുന്ന ഒന്നായിരുന്നു സൈക്കിൾ. സൈക്കിളിനെ നമ്മുടെ വാഹനഗണത്തിൽ നിന്ന് പുറന്തള്ളിയ നിലയിലാണിപ്പോൾ. സൈക്കിൾ ഉപയോഗിക്കുന്നവർക്ക് ഷുഗർ, അമിതവണ്ണം, ഹൃദയരോഗം ഇത്യാദി രോഗങ്ങളെല്ലാം മണികേട്ട് വഴിമാറുന്നതായിട്ടാണ് കണ്ടെത്തൽ. എന്നാൽ ശരവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ മൂലം മനുഷ്യന്റെ ജീവന് നിരത്തിൽ വിലയില്ലാത്ത അവസ്ഥയാണിന്ന്.
2 ചവിട്ട് നടക്കേണ്ട സ്ഥലത്തേക്ക് ബൈക്കും കാറിലും സഞ്ചരിക്കുന്ന തരത്തിലാണ് നമ്മൾ പെഡൽ ചവിട്ടുന്നത്. കാൽപാദത്തിനും കാലിലെ സന്ധികൾക്കും മികച്ച വ്യായാമമാണ്. വിലപിടിപ്പുള്ള ഏത് അത്യാധുനിക വ്യായാമ യന്ത്രത്തെക്കാളും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞും ശരീരം പരിപാലിക്കാൻ 30 മണിക്കൂർ സൈക്കിൾ സവാരി ചെയ്താൽ മതിയാകുമെന്നാണ് പയ്യന്നൂരിലെ സൈക്കിൾ യു സേവ് ഫോറം കോർഡിനേറ്റർ വി ശിവരാമൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇവ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എക്സസൈസ് എടുത്തുകൊണ്ട് തന്നെ സൈക്കിൾ ഓടിക്കാൻ പറ്റും. ഞാൻ യോഗ ട്രെയിനർ ആയതുകൊണ്ട് ഞാനത് എല്ലായിടത്തും പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വയറുള്ളോട്ട് വലിച്ചുകൊണ്ട് വയറിന് എക്സസൈസ് എടുക്കുക, പിന്നെ ദൃഷ്ടി ചലിപ്പിച്ചുകൊണ്ട് ദൃഷ്ടി കണ്ണിന് കൊടുക്കുക, പിന്നെ കൈ, മുട്ട്, കാല് എല്ലാം നല്ല എക്സസൈസ് കിട്ടും. ഇപ്പോൾ ഈ കാൽമുട്ട് ഇങ്ങനെ ചലിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹേർഡിൽസിലും പിന്നെ ഓൾ ഇന്ത്യയിൽ മാസ്റ്റേഴ്സ് വെറ്ററൻസിൻ്റെ മെഡൽ ജേതാവായിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പം പിന്നെ പുതിയ തലമുറ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ യന്ത്രങ്ങളാണ്. 50,000 രൂപയൊക്കെ സൈക്കിൾ യന്ത്രം മേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു മാസം അതിൻ്റെ ആ ഒരു ത്രില്ലിൽ എക്സസൈസ് എടുക്കുകയും പിന്നീട് അത് മൂലക്ക് വെക്കുകയും ചെയ്യുന്നു. ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണത്തിനായി സൈക്കിളിനെ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ചെറുതാഴം ബാങ്ക് ഹാളിൽ സി കണ്ണൻ അനുസ്മരണം നടന്നു. CITU ജില്ലാ ട്രഷറർ അറക്കൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു. CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ചെറുതാഴം ബാങ്ക് ഹാളിൽ നടന്ന സി കണ്ണൻ അനുസ്മരണ പൊതുയോഗം അറക്കൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു. IV ശിവരാമൻ അധ്യക്ഷനായിരുന്നു. EP ബാലൻ, KP കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ വില്ലേജ് ഓഫീസ് റോഡിലെ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാലപ്പഴക്കത്താൽ തകർന്ന് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഈ കെട്ടിടം വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. വില്ലേജ് ഓഫീസ് അമ്പല റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വില്ലേജ് ഓഫീസും സർവേ ഓഫീസും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. വർഷങ്ങൾക്ക് മുൻപ് വില്ലേജ് ഓഫീസ് സമീപത്തെ പുതിയ കെട്ടിടത്തിലേക്കും സർവേ ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്കും മാറ്റിയിരുന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് മേൽക്കൂരയും ചുവരും തകർന്ന അവസ്ഥയിലാണ്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കെട്ടിടം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലുമാണ്. കെട്ടിടം പൊളിച്ചു മാറ്റാൻ സർക്കാർ ടെൻഡർ നൽകിയെങ്കിലും തുക മതിയാകാത്തതിനാൽ കരാറുകാരൻ പിൻവാങ്ങുകയായിരുന്നു. ഗവൺമെന്റ് നിശ്ചയിച്ച തുകയ്ക്ക് ഇന്നത്തെ കൂലിയിനത്തിൽ പൊരുത്തപ്പെടാനാകാത്തതാണ് കരാറുകാരൻ ഒഴിവാകാൻ കാരണം. സ്കൂൾ കുട്ടികൾ കടന്നുപോകുന്നതും വാഹനത്തിരക്കേറിയതുമായ ഈ റോഡിൽ കെട്ടിടം തകർന്നു വീണ് വൻ ദുരന്തം സംഭവിക്കാനും സാധ്യതയേറെയാണ്. ദിനങ്ങൾ കഴിയുന്തോറും കെട്ടിടം കൂടുതൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഓവുചാൽ നിർമ്മാണവും കെട്ടിടത്തിന്റെ അവസ്ഥ കൊണ്ട് ഒഴിവാക്കുകയായിരുന്നു. അപകട ഭീഷണിയായ കെട്ടിടം പൊളിച്ചു മാറ്റി ഭീഷണി ഒഴിവാക്കണമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ബിൽഡിംഗ് കുറേ കാലമായിട്ടുള്ളതാണ്. ഇതുവരെ ഇതിൻ്റെ ഒരു പുതുക്കി പണിയാനോ അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റി ഇതാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇതിലുള്ള അപകടങ്ങളൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ വില്ലേജ് ഓഫീസ് അടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വയസ്സായവർ അവർ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ സംഭവിക്കാമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആതിഥ്യമരുളുന്ന വികസനോത്സവം 2015ന്റെ മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര വികസനോത്സവ വേദിയിൽ സമാപിച്ചു. ഏപ്രിൽ 20 മുതൽ 30 വരെ 10 ദിവസങ്ങളിൽ കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിലാണ് നിറവ് വികസനോത്സവം നടക്കുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിന് കീഴിലെ 6 ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നിറവ് 2015 സംഘടിപ്പിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന മേളകൾ, ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, വ്യവസായ, വാണിജ്യ പ്രദർശനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ പവലിയനുകൾ, വിപണന സ്റ്റാളുകൾ എന്നിവ പ്രദർശന നഗരിയിൽ ഉപഭോക്താക്കളെ ആകർഷിക്കും. മുന്നോടിയായി നടന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നാടിൻ്റെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്നതായി. ബാൻഡ് മേളം, പഞ്ചവാദ്യം, മുത്തുക്കുട, വിവിധ കലാരൂപങ്ങൾ, ചെണ്ടമേളം എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. 6 ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ജിതേഷ് കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചില ആളുകളെ നോക്കി പറയും, സദാസമയം വെള്ളമടിച്ച്
റോഡിന്റെ അരികിൽ ഇങ്ങനെ കടന്നു പോകുന്ന ആള് നോക്കിയിട്ട് പറയും, ഇവനെ കൊണ്ടൊക്കെ എന്ത് കാര്യം, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവനാണ് ആഗോളവൽക്കരണത്തിന്റെ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് പ്രശ്നം. യുവത്വം ചലനാത്മകമാണ് എന്ന് പറയുമ്പോൾ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും അർത്ഥതലങ്ങൾ തേടി പോകുമ്പോൾ നമ്മൾ കാണുന്ന നെഗറ്റീവ് ശക്തിയുടെ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഘട്ടമാണ് മദ്യപിച്ച് വഴിയോരത്തകത്ത് വീണ് കിടക്കുന്ന. എല്ലാത്തിനെയും സ്വീകരിക്കാനും സാംശീകരിക്കാനും കഴിയുന്ന ഒരു പ്രായമാണ് യുവത്വം. അതുകൊണ്ട് തന്നെ യുവത്വം ചലനാത്മകമാണ്. യുവത്വം നിഷ്ക്രിയമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കരുതെന്ന് ജിതേഷ് കണ്ണപുരം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ സംഘടിപ്പിച്ച പഠന ക്യാമ്പിൽ PK വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം AV രഞ്ജിത്ത് ക്ലാസ് എടുത്തു. KV രവീന്ദ്രൻ, K രാജീവൻ, EK മല്ലിക തുടങ്ങിയവർ സംബന്ധിച്ചു. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുത്ത T അരുൺകുമാറിനെ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അനുമോദിച്ചു. CPM ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ ഉപഹാരം നൽകി. T അരുൺകുമാറാണ് ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. T അരുൺകുമാറിനുള്ള ഉപഹാര സമർപ്പണം ഇവിടെ കുതിരവാടം നടത്തുകയാണ്. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നല്ല ചിത്രമായും രമണി ചേച്ചിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് T അരുൺകുമാറിനെ ഏറ്റവും നല്ല നടനായും തിരഞ്ഞെടുത്തു. ഇളമ്പച്ചിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ അരുൺകുമാറിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിച്ചു. MP കരുണാകരൻ സംസാരിച്ചു. യുവത്വത്തിന്റെ കഴിവുകൾ സമൂഹത്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന് അനുമോദനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അരുൺകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഈ ഷോർട്ട് ഫിലിം രമണി ചേച്ചിയുടെ നാമത്തിൽ വളരെ സാഹസികമായിട്ട് ചെയ്ത ഒരു സംഭവമാണ്. കക്കിരിയാട് ആയുർവേദ വിഷചികിത്സാലയം 20ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. C കൃഷ്ണൻ MLA വാർഷികം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വിഷചികിത്സാലയങ്ങളിൽ ചില സീസൺ ഉണ്ടല്ലോ, ആ സമയത്താണ് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഡോക്ടർമാരും വൈദ്യരും അതിൻ്റെ സ്റ്റാഫുമെല്ലാം ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഉറപ്പാണ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ AV സുരേഷ് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായി, P ശശിധരൻ, T ഗോപാലൻ, KV ദാമോദരൻ, P കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. T വിജയൻ സ്വാഗതവും AK ഈശ്വരൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. സൈതമാടത്തെ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബം ഒരു മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ നടന്ന കൗൺസിലിംഗിന്റെ ഉദ്ഘാടനം SAP ഹാസിം ഹാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൗഫ വനിതാ വിംഗ് പ്രസിഡന്റ് സുഫൈജത്ത് ബീവി അധ്യക്ഷയായി. ഡോക്ടർ ഉമർ ഫാറൂഖ് SLP വിഷയാവതരണം നടത്തി. മൊയ്തീൻ SLP, ജാവീദ് SLP, മർജാന SLP, SK അബീദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പാണപ്പുഴ ശ്രീ ഉറവങ്കര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം പ്രധാന ആരാധനാമൂർത്തിയായ ഉറവങ്കര ഭഗവതിയുടെ പുറപ്പാടും നടന്നു. പാണപ്പുഴ ശ്രീ ഉറവങ്കര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം ഉറവങ്കര ഭഗവതിയുടെ തിരുമുടി നിവർന്നു. തിരുമുടി ദർശനത്തിന് നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും നടന്നു. തൃക്കരിപ്പൂർ കൂലേരിമുണ്ടിയ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഏപ്രിൽ 19 മുതൽ 22 വരെയാണ്
തൃക്കരിപ്പൂർ ശ്രീ കൂലേരിമുണ്ടിയ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കളിയാട്ടത്തിന് മുന്നോടിയായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ബിരിച്ചേരി മനയിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ ചെണ്ടവാദ്യം, താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുടകൾ, കലവറ സാധനങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ടങ്ങാളി ശ്രീ കാരളിക്കാവ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി ഹെൽമറ്റ് ജീവന്റെ രക്ഷാകവചം ഡോക്യുമെന്ററി പ്രദർശനം നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപുഴയിൽ വീടിന് മിന്നലേറ്റു. കമ്പിപ്പാലത്തിന് സമീപം പാലത്തിങ്കൽ പെണ്ണമ്മയുടെ വീടിനാണ് മിന്നലേറ്റത്. ഏപ്രിൽ 19 ലോക സൈക്കിൾ ദിനം. മോട്ടോർ വാഹനങ്ങളുടെ അമിതോപയോഗം സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിനെ വിസ്മൃതിയിലാഴ്ത്തുന്നു. പയ്യന്നൂർ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാലപ്പഴക്കത്താൽ ക്ഷയിക്കുന്നു. അപകടാവസ്ഥയിലായ കെട്ടിടം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുന്നു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാസന്ധ്യ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആതിഥ്യമരുളുന്ന വികസനോത്സവം നിറവ് 2015 മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.